രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളോട് ഇന്ന് രാത്രി യേശുവിനെ പ്രസംഗിക്കുന്ന ഞാൻ ഒരു പ്രാചീന ക്രൈസ്തവ കുടുംബത്തിൽ വായിച്ച പ്രാർത്ഥനയുള്ള വീട്ടിൽ ജനിച്ചയാളല്ല. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചയാളാ. ഇന്നേക്ക് 39 വർഷം പഴക്കമുള്ള ഒരു ഗതികെട്ട രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഞാനും എന്റെ വല്യപ്പനും അപ്പന്റെ അപ്പനും കൂടെ ഉച്ചയോട് കത്തിരുന്ന നിലവിളക്കിന്റെ ചോട്ടിൽ സന്ധ്യാനാമ ജപത്തിന് വേണ്ടി ഇരുന്ന ഒരു രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. അവൻ വേഗം നാമം ചൊല്ലി തീർത്താൽ പെട്ടെന്ന് കഞ്ഞി കുടിക്കാം. ആർത്തിയോടെ നാമം ചൊല്ലുമ്പോൾ രാത്രി 7:30 ജോലി കഴിഞ്ഞ് എന്റെ അപ്പൻ വീട്ടിലേക്ക് മടങ്ങി വരികയാ. എന്റെ വീട് പടിഞ്ഞാറൻ മേഖലയാ. അതുകൊണ്ടാണ് സുഭാഷ് കുമരകം എന്ന് പറഞ്ഞൊരു വാല് കിടക്കുന്നത്. രാത്രി 7:30 ജോലി കഴിഞ്ഞ് മടങ്ങി വന്ന എന്റെ അപ്പനെ വീടിന്റെ മുറ്റത്ത് വെച്ച് ഒരു അണലി കൊത്തുകയാണ്. പാമ്പിന്റെ കടിയേറ്റ് 1 മിനിറ്റ് കൊണ്ട് അലറിക്കൊണ്ട് എന്റെ അപ്പൻ നിലം പൊത്തി. സന്ധ്യാസമയത്തുള്ള വിഷദംശനം മരണകാരണമാണെന്ന് വല്യപ്പൻ പറഞ്ഞു. അദ്ദേഹം അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂടാണ്. കത്തി നിന്ന് നിലവിളക്കെടുത്ത് എന്റെ വല്യപ്പൻ നെഞ്ചിലടിച്ചു. വീടിന്റെ തിണ്ണയിൽ വല്യപ്പൻ മറിഞ്ഞു വീഴുന്നു. കൺമണി പുറകോട്ട് മലർക്കുന്നു. കണ്ണിന്റെ വെള്ളക്കരു തെളിയുന്നു. ഉച്ഛ്വാസം വേഗതയിലാകുന്നു. സുബോധം അബോധമാകുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നാട്ടുകാരെ, അഹങ്കാരം കൊണ്ട് അരമുറുക്കിയും അഹന്ത കൊണ്ട് ചുമ്മാട് കെട്ടിയും എവിടെയോ കെട്ടിപ്പൊക്കിയൊരു വീട്, ഏതോ ബാങ്കിൽ കിടക്കുന്ന കുറച്ച് കാശ്, എങ്ങനെയോ നേടിയെടുത്തൊരല്പം വിദ്യാഭ്യാസം വേണ്ട വേണ്ട. സാഹചര്യങ്ങളോട് കളിച്ചു എന്റെ തമ്പുരാനോട് എതിർക്കണ്ട. കാര്യം ചിരി കരച്ചിലാകാൻ ഒരൊറ്റ മിനിറ്റ് മതി. ആഘോഷം അപകടമാകാൻ ഒരൊറ്റ സെക്കൻഡ് മതി. മറന്നു പോകണ്ട. എന്റെ അപ്പൻ വീടിന്റെ മുറ്റത്ത് കിടക്കുന്നു. എന്റെ വല്യപ്പൻ വീടിന്റെ തിണ്ണയിൽ കിടക്കുന്നു. അടുപ്പത്ത് കഞ്ഞി വെട്ടിത്തിളയ്ക്കുകയാ. അന്ന് കഞ്ഞിക്കലത്തിന്റെ അടപ്പ് തുറന്നില്ല. അന്ന് പാത്രത്തിൽ കഞ്ഞി വിളമ്പിയില്ല. ആ കഞ്ഞി ആരും കുടിച്ചില്ല. ഇന്ന് എന്റെ വായിൽ കയറി വരുന്ന ഒരു ദൂത് ഞാൻ പറയാം. വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ശാപം ചില വീടുകൾക്കകത്തുണ്ട്. ഇന്ന് രാത്രിയിൽ പൊട്ടാൻ പോകയാ. നിന്റെ വീട്ടിലെ അടുപ്പ് പുകയാതിരിക്കാൻ യേശുവിന്റെ നാമത്തിൽ ആ വീടിനകത്ത് കയറി നിൽക്കുന്ന എല്ലാ ദുരാത്മാവിനെയും യേശുവിന്റെ നാമത്തിൽ ഇന്നലത്ത് ഞാൻ പറയുന്നു. ആത്മാവിലാരാധിക്ക്. എനിക്കറിയില്ല, അടുപ്പത്ത് കഞ്ഞി വെപ്പിക്കാത്ത, ആഹാരം കഴിപ്പിക്കാത്ത, വീടിന്റെ അകത്ത് ഭക്ഷണം പാകം ചെയ്യാൻ അനുവദിക്കാത്ത, വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ഏതോ ദുരാത്മ മണ്ഡലം ഈ ദേശത്ത് കലങ്ങുന്നു. ഇന്ന് രാത്രി അത് സ്വർഗ്ഗം അഴിക്കുകയാ. ആത്മാവുള്ളവരാരാധിച്ച സാമ്പടിയും വായി തുറക്കുക. യേശു ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. നിന്റെ വീടിന്റെ ശാപം ഇന്ന് രാത്രി അഴിയുകയാ. നിന്റെ വീട് കരയാനുള്ള വീടല്ല. നിന്റെ വീട് നെഞ്ച തടിക്കാനുള്ള വീടല്ല. ആ വീട് യേശുവിന്റെ വീടാ. ആഹാരം വെച്ച നെഞ്ചിനകത്തൂടെ താഴോട്ട് ഇറങ്ങുകയില്ല. ആഹാരം വെക്കാനില്ല, കഴിക്കാൻ ആഗ്രഹമില്ല. ഡൈനിങ് ടേബിള് ശൂന്യമായി കിടക്കുക. ഇല്ലെന്ന് അതൊരു വലിയ ബന്ധനമാണ്. എനിക്കറിയില്ല, ഞാൻ ഈ പറയുന്നത് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, കർത്താവ് ഇന്ന് രാത്രി ചില പേർക്ക് അത് കേറാൻ പോകയാ. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മക്കളുടെ അപകസഞ്ചാരങ്ങൾ, മക്കളുടെ നഷ്ടങ്ങൾ, കഷ്ടമായ ജീവിതാനുഭവം ഇന്ന് നിന്റെ വീടിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നു. ജയിക്കുക, മനസ്സുകൊണ്ട് ജയിക്കുക, സാഹചര്യങ്ങളെ ജയിക്കുക. നിങ്ങൾ അടുത്തിരിക്കുന്നവര് നിങ്ങൾക്ക് പരിചയമുള്ളവരാണെങ്കിൽ അവരുടെ കയ്യെ പിടിച്ചിട്ട് പറ, യേശു നിന്നെ കൈവിടുകയെന്ന് പറ. വിശ്വാസത്തോടെ പറ, അവരുടെ കയ്യെ പിടിച്ചിട്ട് പറ, യേശു നിന്നെ കൈവിടുകയെന്ന് പറ. അവൻ കരയാതെ സന്തോഷിച്ചിരിക്കുക. കാരണം പത്രോസ് കടലിനെ ചവിട്ടിയെങ്കിൽ നീ സാഹചര്യങ്ങളെ ചവിട്ടാൻ പോകയാ. പത്രോസ് കടലിനെ ചവിട്ടിയെങ്കിൽ നീ
ഒന്ന് ആരാധിച്ച് ഒന്ന് നല്ലപോലെ എന്തോ ദൈവം ദേശത്ത് എന്തോ അവരെ അഴിക്കുകയാ. സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദേശത്ത് ദൈവം എന്തോ ചെയ്യുകയാ. Something going to happen. അഭിഷേകം ഉള്ളവർ കൈകോർത്തോ. ഇന്ന് രാത്രി ഏതൊക്കെയോ വീടിന്റെ ശാപം യേശു വന്നിട്ടുണ്ട്, യേശു ഇറങ്ങിയിട്ടുണ്ട് ഈ ഗ്രൗണ്ട്, യേശു ഇറങ്ങിയിട്ടുണ്ട്. ഇത് പോസ്റ്റ് അടിച്ചുകൊണ്ട് വെച്ച മീറ്റിംഗ് അല്ല. കണ്ണുനീര് തുടയ്ക്ക്. നീ പറ, ഇനി ഞാൻ കരയല്ല, ഇനി ഞാൻ ജയിക്കും, ഇനി ഞാൻ കരയല്ല, ഇനി ഞാൻ ജയിക്കും. എന്റെ വീട്ടിൽ ആഹാരം പാകം ചെയ്യും, ഞാൻ കഴിക്കും. കാരണം ആ ശാപം ഇന്ന് രാത്രി പോട്ടെ. നീ സാഹചര്യങ്ങളുടെ വിക്ടിമല്ല. നീ എന്തോ ഒരു ദുരന്ത കഥയുടെ ബാക്കിപത്രമല്ല. നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ പോവാ. എനിക്കിന്ന് രാത്രി ഭയങ്കര സന്തോഷം വരുന്നു അങ്ങനെ പറയാം. അമ്മയെ കയ്യൊന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് വൻമീനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭംഗിയോട് ചേർന്ന് പഠിക്കേ. വല്ലഭൻ നീ എന്റെ മാന്യനായ ദൈവങ്ങളൊരു ഉറപ്പ് പറയാം. യേശു ഈ ദേശത്തൂടെ പടിവാതിൽ കൂടെ നടന്നവൻ, നമ്മുടെ കൂടെ നടന്നവൻ, ഗലീലയിലൂടെ നടന്നവൻ ഇന്ന് രാത്രി ദേശത്തൂടെ നടക്കുന്നു. അത് അനുഭവിക്കുന്നവൻ എന്റെ അപ്പനെ കോട്ടയം കാരിത്താസിലും എന്റെ വല്യപ്പനെ കോട്ടയം മെഡിക്കൽ കോളേജിലും അഡ്മിറ്റ് ചെയ്തു. പാമ്പ് കടിച്ചതിന്റെ അപ്പനെയാണ്. ആദ്യം മരിച്ചതെന്റെ വല്യപ്പനാണ്. മകൻ മരിക്കുമെന്നുള്ള ആധികേറി വ്യാധിയായി പുത്രമരണ ദുഃഖം, തീവ്രമായ വേദന, തന്റെ മകൻ തനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ആധികേറി കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ICUവിലെ അരണ്ട തടപ്പത്ത് ജീവന്റെയും മരണത്തിന്റെ ഇടയ്ക്കുള്ള നൂൽപാലത്തിലെ സമരവന്റെ വല്യപ്പൻ അവസാനിപ്പിച്ചു. 5ാമത്തെ ദിവസം താടിവട്ടം കെട്ടി കണ്ണു തിരുമി അടച്ച് മൂക്കിനകത്ത് പഞ്ഞി തിരികിയ ശരീരം പട്ടിനകത്ത് പൊതിഞ്ഞ് കെട്ടിപ്പൊക്കിയ പന്തൽ വെച്ചു. നാട് മൊത്തം ഇളകി. അനുശോചന പ്രവാഹം. വീടിന്റെ തെക്ക് ഭാഗത്ത് പച്ചമാവിന്റെ വിറക് വെട്ടിപ്പൂളി അടുക്കി വല്യപ്പന്റെ ശരീരം ചിതയ്ക്ക് കൊടുത്തു. ആളിക്കത്തുന്ന വിറകിന്റെ അഗ്നി ആ ശരീരത്തെ കത്തിച്ച് കരിച്ച് ചാമ്പലാക്കി 6 പച്ചവെട്ടിക്കത്ത് ചാരം കോരി വെള്ളത്തിലൊഴുക്കി അസ്ഥി കൊണ്ട് അടിമയും വെച്ച് വെലിപ്പുര കെട്ടി പ്രാർത്ഥിച്ച ദിവസങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. 18ാമത്തെ ദിവസം കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ 5 തവണ ശരീരത്തിന്റെ ബ്ലഡ് മുഴുവൻ മാറിയിട്ടും ശരീരത്തിന്റെ വിഷം മാറാത്തവനായി ഉച്ചമരുന്ന് മുതൽ ഉള്ളംകാൽ വരെ പഴുത്തു കൊടുത്ത് വീങ്ങി വീർത്ത് വൈദ്യശാസ്ത്രം കൈമലർത്തി നിൽക്കുക എന്റെ അപ്പന്റെ മുമ്പിൽ. ഇന്ന് രാത്രി ഞാൻ ഈ നാടിനോട് ദൂത് പറയട്ടെ. എടാ, ദൈവം ഒരുത്തനെ തൊട്ടാൽ ദൈവത്തിനല്ലാതെ ദൈവം ഒരുത്തനെ തൊട്ടാൽ ദൈവത്തിനല്ലാതെ അവനെ നേരെയാക്കാൻ പറ്റില്ല. ദൈവം ഒരാളെ തൊട്ടാൽ ഒരാശുപത്രി, ഞാൻ ഇവിടെ പറഞ്ഞ ഒരാശുപത്രി ചെറുതല്ല,
ഒരാശുപത്രി പലതുമല്ല. അവൻ 18ാമത്തെ ദിവസം എന്റെ അപ്പനെ ആശുപത്രി കൈ ഒഴിഞ്ഞു. കട്ടിൽ നിറഞ്ഞു കിടക്കുന്ന വീങ്ങി വീർത്തൊരു ശരീരം വീട്ടിൽ കൊണ്ടുപോയി. രക്തബന്ധങ്ങളെല്ലാം കൈ ഒഴിഞ്ഞു. എന്റെ അപ്പന് സഹോദരങ്ങൾ 3, അമ്മയ്ക്ക് സഹോദരങ്ങൾ 4. ആരും തിരിഞ്ഞു കയറാതെയായി. ശാപം ചുമ്മാട് കെട്ടി ചുമക്കുന്ന വീട്ടിൽ ചേട്ടനില്ല, അളിയനില്ല, അച്ഛനില്ല, ഉപ്പാപ്പനില്ല, ബന്ധമില്ല, അയൽവക്കക്കാരനില്ല, നാട്ടുകാരില്ല. ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് കയ്യിൽ തരാൻ നാട്ടുകാരുമില്ല. നിങ്ങൾ നോർത്ത് നോക്കി, അപ്പനും അമ്മയും ഞങ്ങൾ 3 കുഞ്ഞുങ്ങളും വിറയാർന്ന ജീവിതത്തിന്റെ നാശം പിടിച്ച സാഹചര്യങ്ങളെ നാസാരന്തരങ്ങൾ പുഴുത്തു കയറുന്നത് പോലെ എന്റെ അപ്പന്റെ ശരീരം മുഴുവൻ പുഴുത്ത് ശരീരത്തിൽ നിന്ന് പഴുപ്പും ചലവും ഒഴുകുകയാണ്. ആരുമില്ല. അമ്മയ്ക്ക് പോലും അപ്പന്റെ അടുത്ത് ചെല്ലാൻ പറ്റുന്നില്ല. ഒരു ബെഞ്ചിൽ വെച്ച് ആഹാരം ഇങ്ങനെ തള്ളിക്കൊടുക്കും. ആമേ പട്ടിണിക്ക് ഒരു പട്ടിണി ഇല്ലാത്ത വീട്, ദാരിദ്ര്യത്തിന് ഒരു ദാരിദ്ര്യം ഇല്ലാത്ത വീട്. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ആരെങ്കിലും ഒക്കെ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടാണ്. ഒന്നുകിൽ നിന്റെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നിന്റെ സൗന്ദര്യം, അല്ലെങ്കിൽ നിന്റെ വസ്തു, അല്ലെങ്കിൽ നിന്റെ സാഹചര്യങ്ങൾ. ഇതെല്ലാം കള്ളത്തരമാണ്, പൊള്ളത്തരമാണ്. ഇവിടുത്തെ ബന്ധങ്ങളെല്ലാം പണം നടത്തുന്ന ഇന്ദ്രജാല പ്രകടനങ്ങളാണ്. വീടില്ലാത്തവന് ചേട്ടനില്ല, സൗന്ദര്യമില്ലാത്തവന് അളിയനില്ല, അമ്മാച്ചനില്ല, മുടിഞ്ഞവനും നശിച്ചവനും ഇവിടെ ബന്ധുക്കളില്ല. ഇതെല്ലാം പണം കാണിക്കുന്ന ഇന്ദ്രജാലങ്ങളാണ്. എന്നാൽ ഇന്ന് രാത്രി നാടിനോട് ഞാൻ ദൂത് പറയട്ടെ, കറയില്ലാത്ത സ്നേഹം ഒരിടത്തുണ്ട്, അത് കാൽവറിയിലാണ്. കറയില്ലാതെ ഇന്ന് രാത്രി ക്രൂശിൽ വിളിക്കുകയില്ല. കറയില്ലാത്ത സ്നേഹം. കേരളത്തിൽ കുടുംബ കോടതി 28, ഒരു വർഷം നടക്കുന്ന വിവാഹമോചന 50,000. ഇവിടെ എന്നെ കല്യാണത്തിന് ആർഭാടം കഴിഞ്ഞിട്ടാണോ ഇതെല്ലാം കൂടെ പിരിയുന്നത്? കല്ല് വെച്ച സാരിയും മുത്തുവെച്ച ചുടുതാറും ആടിന്റെ കാലും കോഴിയുടെ പോലും പിന്നിൽ ഇതും എല്ലാം കൂടെ കല്യാണം കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ ഹെലികോപ്റ്റർ എന്ന പുഷ്പവൃഷ്ടി നടത്തുകയാണ്. എന്തെല്ലാം ഇടപാടുകളാണ്. അവൻ കൊള്ളിയാൻ മിന്നുന്നത് പോലില്ല. 4 കൂട്ടം ഫോട്ടോക്കാര് നിന്ന് കിടകിട അടിക്കുക ഫോട്ടോ. പക്ഷെ സംഭവിച്ചത് കേൾക്കണോ? കല്യാണത്തിന് നമ്മൾ കഴിച്ച കോഴിയുടെ കാല് വയറ്റി ചെല്ലുന്നതിന് മുമ്പ് ചെറുക്കനും പെണ്ണും കൂടെ കോടതിയുടെ വരാന്തയിൽ ചെന്നു. ഇവിടെ എത്ര കുഞ്ഞുങ്ങൾ അനാഥരായത്. ഭാര്യയുടെ ഇഷ്ടം നോക്കി, ഭർത്താവിന്റെ ഇഷ്ടം നോക്കി. പക്ഷെ അവരുടെ ബീജത്തിൽ ജനിച്ച തലമുറകൾ ഈ വഴിയിൽ അനാഥമായി. ഞാനൊരു വാക്ക് ദൈവത്തോട് പറയാം, ഭീകരവാദം കാണ്ടഹാറിലല്ല, ഭീകരവാദം അബട്ടാബാദിലല്ല, സന്തോഷമില്ലാത്ത കുടുംബങ്ങളിലാണ് ഭീകരന്മാർ ജനിക്കുന്നത്. ഇന്ന് രാത്രി സ്നേഹം കൊണ്ടൊരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. കൈയൊന്നുയർത്തിയൊരു ഹല്ലേലൂയ പറയാമോ? എല്ലാവരും കൈയൊടിഞ്ഞോ? രക്തബന്ധങ്ങളെല്ലാം കൈയൊടിഞ്ഞോ? എല്ലാരും ഈ പ്രസംഗം നിലയ്ക്കണമെങ്കിൽ ഒന്നുകിൽ ഞാൻ മരിക്കണം, ഇല്ലെങ്കിൽ യേശു വരണം. അതുവരെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്. ഇതെന്റെ അനുഭവമാണ്. ആർക്കും വേണ്ട, അപ്പന് വേണ്ട, അമ്മയെ വേണ്ട. സുഗതൻ പാസ്റ്ററെ, അപ്പന് വേണ്ട, അമ്മയെ വേണ്ട, മക്കളെ വേണ്ട. ജീവിക്കാൻ മാർഗമില്ലാതെ എന്റെ അപ്പയും അമ്മയും കൂടെ 6 പ്രാവശ്യമാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയത്. 6 times, 6 തവണ കെട്ട് തൂങ്ങിയത്. കുപ്പിച്ചിലിടിച്ചു പൊട്ടിച്ച് ചോറിന്റെ ഉള്ള വെച്ച് വിഴുങ്ങാൻ നോക്കിയത്. ഫ്യൂരലാൻ വിഷം കുടിക്കാൻ നോക്കിയത്. എനിക്ക് 2 അനുജത്തിമാരുണ്ട്. പെൺകുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ച് കെട്ടി വെള്ളത്തിൽ ചാടി മരിക്കാൻ വേണ്ടി എന്റെ അമ്മ പോയത്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാം, ആത്മഹത്യകൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തോണം, യേശുവിന് അവനെ ആവശ്യമുണ്ടെന്ന്. ഇന്ന് രാത്രി അവൻ ചൂണ്ടയെറിഞ്ഞ് പിടിക്കുന്ന പോലെ ഈ ദേശത്ത് ചിലതിനെ യേശു പിടിക്കാൻ പോവാ. അവൻ എഴുതി വെച്ചോ, കൈയൊന്ന് തട്ടി അവൻ പറയാമോ, ചൂണ്ട എറിഞ്ഞ് പിടിക്കുന്ന പോലെ. 6 പ്രാവശ്യം ആത്മഹത്യ ഒരുക്കിട്ട് ആത്മഹത്യ നടന്നില്ല. ആത്മഹത്യ പോലും പരാജയപ്പെട്ടവനായി എന്റെ അപ്പൻ വീടിന്റെ മുറ്റത്ത് മുളക്കം കൊണ്ട് ഒരു ഏറുമാടം കെട്ടി. പുഴുത്ത ശരീരം, നാസാരന്ധ്രങ്ങൾ തുളച്ചു കയറുന്ന കഠിനമായ ദുർഗന്ധത്തിനടിമയായ എന്റെ അപ്പൻ മരണത്തെ കാത്തുകെട്ടി കിടക്കുമ്പോൾ 2 സുവിശേഷകന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. 200 രൂപ വരെയുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ കസലിരുത്തി പുഴുത്തി എന്റെ അപ്പനെ ചുമന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോയി. അന്ന് രാത്രി എന്റെ അപ്പനെ യേശു തൊട്ടു. അതുപോലത്തെ ഒരു രാത്രിയായി ഈ രാത്രി മാറാൻ പോവാ. ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ചിലരെ ജീവിതത്തിന്റെ എല്ലാ
ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ യേശുവിനെ പ്രസംഗിക്കുന്ന ഉപദേശിമാർ ഞങ്ങൾ 5 പേരുണ്ട്. എന്നെ കുശുമ്പാന്ന് നോക്കിയല്ലേ പറയുന്നത്. എന്റെ അപ്പനും അമ്മായിപ്പനും IPCയിലെ പാസ്റ്റർമാർ, എന്റെ ഒരു പെങ്ങളെ കെട്ടിയവൻ AGയിലെ പാസ്റ്റർ, ഒരു പെങ്ങളെ കെട്ടിയവൻ New Indiaയിലെ പാസ്റ്റർ. ഞാൻ നമ്മെ നായകൻ കൈവിടുമോ? നിന്നിത പാത്രരായി നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റുക പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റുക പണിതിടുക, തിരുക്കരങ്ങൾ വേഗത്തിൽ ഞാൻ ആ ദൂതന്റെ ഗൗരവത്തിലേക്ക് വരാം. ഏതാണ്ട് 37ഓളം അത്ഭുതങ്ങൾ യേശു ചെയ്ത കൂട്ടത്തിൽ വളരെ ഗൗരവമുള്ള അധ്യായത്തിലേക്ക് വന്ന അത്യാവശ്യം രക്ഷയുടെ ദൂതുകൾ നിങ്ങൾക്ക് കൈമാറി പ്രാർത്ഥിക്കും.